രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. സന്തോഷ് സർലിംഗ് ചേരുന്നു ദില്ലിയിൽ നിന്ന്. സന്തോഷ്, ഈ വിജയത്തിന് ആവശ്യമായ വോട്ട് മൂല്യം ഉറപ്പിച്ചത് എങ്ങനെയാണ്? എത്ര ശതമാനം വോട്ടാണ് രാംനാഥ് കോവിന്ദിന് ലഭിച്ചത്? എങ്ങനെയായിരുന്നു മറ്റു നടപടികൾ? രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ അടുത്ത രാഷ്ട്രപതിയാകും. ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന വോട്ടെണ്ണലിൽ വിജയത്തിനാവശ്യമായ വോട്ട് മൂല്യം ഉറപ്പിച്ചതോടെയാണ് രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ 14ാം രാഷ്ട്രപതിയാകുമെന്ന് ഉറപ്പായത്. 66% വോട്ട് നേടിയാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ മറികടന്ന് രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയാകുന്നത്. ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാവുകയും ചെയ്യും. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, ഈ വോട്ട് മൂല്യം ഉറപ്പിച്ചത് എങ്ങനെയാണ്? എത്ര പെർസെന്റേജ് ആണ്? മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു? അരുൺ, രാംനാഥ് കോവിന്ദിന്റെ വിജയം ഇപ്പോൾ ഉറപ്പിച്ചു ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിരിക്കുന്നു. മൊത്തം 11 ലക്ഷത്തിനടുത്ത് വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 65.65% വോട്ട് നേടി വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 7,02,644 വോട്ടുകളാണ് രാംനാഥ് കോവിന്ദ് അനുകൂലമായി ലഭിച്ചത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മീരാകുമാറിന് 3,67,314 വോട്ടുകൾ, ഏകദേശം 34.35% വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. NDAയുടെ കക്ഷി നിലയും അവരെ പിന്തുണച്ച ബാക്കിയുള്ള പാർട്ടികളുടെ വോട്ട് മൂല്യമൊക്കെ കണക്കാക്കുമ്പോൾ നേരത്തെ തന്നെ രാംനാഥ് കോവിന്ദ് ഇത്ര വോട്ടോട് വിജയിക്കുമെന്ന് അറിയാമായിരുന്നു, വ്യക്തവുമായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് പാർലമെന്റിൽ 8 റൗണ്ടായി വോട്ടെണ്ണൽ ആരംഭിച്ചത്. ആദ്യം സംസ്ഥാനങ്ങളുടെ വോട്ടെണ്ണി. ഈ സംസ്ഥാനങ്ങളുടെ വോട്ടെണ്ണിയപ്പോൾ കോൺഗ്രസിന് പല MLA-മാർക്കും മറിച്ച്, അതായത് രാംനാഥ് കോവിന്ദിന് അനുകൂലമായി വോട്ട് ചെയ്തു സംശയം ഉയർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഗുജറാത്ത്, ജാർഖണ്ഡ്, ഗോവ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനുള്ള അത്ര അംഗബലമുള്ള MLA-മാരുടെ വോട്ടുകൾ മീരാകുമാറിന് ലഭിച്ചിട്ടില്ല. അവിടങ്ങളിലൊക്കെ രാംനാഥ് കോവിന്ദിന്റെ വോട്ട് നില ഉയർന്നിട്ടുമുണ്ട്. ഓരോ MLA-മാരുടെയും അവർ പ്രതിനിധീകരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ജനസംഖ്യ ആനുപാതികമായാണ് വോട്ട് മൂല്യം കണക്കാക്കുന്നത്. കേരളത്തിലാകട്ടെ 156 ആയിരുന്നു ഒരു MLA-യുടെ വോട്ട് മൂല്യം, MP-യുടെ 708. അതുകൊണ്ട് തന്നെ MP-മാരുടെ വോട്ടുകൾ 708 എന്ന തരത്തിൽ ക്രമാതീതമായി കൂട്ടുകയാണ് ആദ്യം ചെയ്തത്. സംസ്ഥാനങ്ങളുടെ വോട്ടുകൾ ഈ പറഞ്ഞതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേകം വേറിട്ട് വരും. പ്രത്യേകിച്ച് UP-യിൽ 208 ആണ് ഒരു MLA-യുടെ വോട്ട് മൂല്യം, കാരണം അവിടുത്തെ ജനസംഖ്യാനുപാതം കൂടുതലായതുകൊണ്ട്. ആസാമിൽ വെറും 7 മാത്രം. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളെയും വേർതിരിച്ച് ഉള്ള വോട്ട് മൂല്യത്തിന് കണക്കാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അവസാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. രാംനാഥ് കോവിന്ദ് വിജയിച്ചു. അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് അല്പസമയം മാധ്യമപ്രവർത്തകരെ കണ്ടു. തന്നെ പിന്തുണച്ച എല്ലാവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ഭരണഘടന അനുസൃതമായി നയിക്കാൻ തനിക്ക് കഴിയും എന്ന പ്രത്യാശയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥി മീരാകുമാറിനടക്കം അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട്. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാംനാഥ് കോവിന്ദിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. 25-ാം തീയതി ചൊവ്വാഴ്ച അദ്ദേഹം ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ. ഇതിൽ യഥാർത്ഥത്തിൽ സന്തോഷ് പൊതുവിൽ പ്രതീക്ഷിച്ചിരുന്നതാണ് കോവിന്ദ് രാഷ്ട്രപതി ആകും എന്നത്. ഇവിടെ ഈ വോട്ട് ചോർച്ച എന്നത് സംബന്ധിച്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പ്രത്യേകിച്ച് ഈ ഗുജറാത്തിലും ഗോവയിലും ജാർഖണ്ഡിലും ഈ പ്രതിപക്ഷം പ്രത്യേകിച്ച് ഒറ്റക്കെട്ടായി നിന്നിരുന്നു. ഒരു ദലിത് വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തി അതിന് കീഴിൽ ശക്തമായി നിൽക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ്. എന്നിട്ട് പോലും ഇങ്ങനെ വോട്ട് ചോർച്ച എന്നത് ഗൗരവമായി കാണുന്നുണ്ടോ? എന്താണ് പൊതുവിൽ ലഭിക്കുന്ന വിശകലനം? അരുൺ, ഇത് മറ്റേതെങ്കിലും ഘടകകക്ഷികളുടെ വോട്ടുകളല്ല ചോർന്നിരിക്കുന്നത്, കോൺഗ്രസിന്റെ തന്നെ വോട്ടുകളാണ്. ഇപ്പോൾ രാഷ്ട്രപതിയായി മീരാകുമാറിനെ ഉയർത്തി കാണിച്ചതും 18 പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ നേടിയെടുത്തതുമൊക്കെ കോൺഗ്രസ് ആയിരുന്നു. പ്രത്യേകിച്ച് സോണിയാഗാന്ധി തന്നെ നേരിട്ടിറങ്ങി എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി ചർച്ചയൊക്കെ നടത്തിയതിനു ശേഷമാണ് മീരാകുമാറിനെ തിരഞ്ഞെടുത്തത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവർ, സ്ത്രീ എന്നൊക്കെ മുൻതൂക്കം നൽകിക്കൊണ്ട് മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഇത് പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ടുകളെല്ലാം കൃത്യമായി മീരാകുമാറിന് അതാത് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളം തന്നെ ഒരു ഉദാഹരണമായി എടുക്കാം. ഒരു MLA ഒഴിച്ച് ബാക്കി എല്ലാ വോട്ടുകളും പൂർണ്ണമായും മീരാകുമാറിന് ലഭിച്ചിരിക്കുന്നു. ഒരു MLA BJP MLA രാജഗോപാൽ ഒഴിച്ച് ബാക്കി എല്ലാവരുടെ വോട്ടുകളും മീരാകുമാറിന് ലഭിച്ചു. എന്നാൽ മറ്റു സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് 3 സംസ്ഥാനങ്ങളുടെ കണക്കുകളാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ കൂടി യഥാർത്ഥ കണക്കുകൾ കൂടി പുറത്തു വരണം. ഗുജറാത്ത്, ജാർഖണ്ഡ്, ഗോവ അവിടങ്ങളിൽ കോൺഗ്രസിനുള്ള MLA-മാർ
അത്രയും MLA-മാരുടെ വോട്ട് മീരാകുമാറിന് വീണിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതായത് കോൺഗ്രസ് തന്നെ മേൽക്കൈ എടുത്ത് നിർത്തിയ സ്ഥാനാർത്ഥി കോൺഗ്രസ് MLA-മാർ തന്നെ വോട്ട് ചെയ്യുന്നില്ല. അത് കോൺഗ്രസിനെ വളരെയേറെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനൌദ്യോഗികമായി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അഭിഭാഷകനായും രാജ്യസഭാംഗമായും ഗവർണറുമായി പ്രവർത്തിച്ച ശേഷമാണ് ഇന്ത്യയുടെ 14ാം രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് അധികാരമേൽക്കുന്നത്. പിന്നാക്കക്ഷേമം, സാമൂഹിക നീതി തുടങ്ങിയ പാർലമെന്റ് കമ്മിറ്റികളിലും കോവിന്ദ് അംഗമായിരുന്നു. KR നാരായണന് ശേഷം ആദ്യമായാണ് മറ്റൊരു ദളിത് രാഷ്ട്രീയ മുഖം ഇന്ത്യയുടെ പ്രഥമ പൗരനായി റെയ്സീന കുന്നിന്റെ പടി കയറുന്നത്. എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് സമുദായത്തിന്റെ സാമ്പത്തിക സാമൂഹിക സാഹചര്യത്തിലായിരുന്നില്ല രാംനാഥ് കോവിന്ദിന്റെ വളർച്ച. ഉത്തരേന്ത്യൻ ദളിത് സമൂഹത്തിൽ നിന്ന് വിഭിന്നമായി മുന്നേറ്റം കൈവരിച്ചിരുന്നവരാണ് രാംനാഥ് കോവിന്ദിന്റെ കുടുംബം. 1945 ഒക്ടോബർ 1 ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ജനനം. കാൺപൂർ സർവകലാശാലയിൽ നിന്ന് BCom നിയമ ബിരുദങ്ങൾ. പിന്നീട് സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ചെങ്കിലും അപ്രധാനമായ വകുപ്പ് ലഭിച്ചതിനാൽ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് അഭിഭാഷക ജോലിയിലേക്ക് മടക്കം. ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രാക്ടീസ്. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ. പിന്നോക്ക വിഭാഗക്കാർക്ക് നിയമസഹായം നൽകുന്ന ഡിപ്രസ്ഡ് ക്ലാസ് ലീഗൽ എയ്ഡ് ബ്യൂറോയിൽ അംഗം. തുടർന്ന് 1994-ലും 2000-ലും ഉത്തർപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നോക്ക വിഭാഗക്ഷേമം, സാമൂഹ്യനീതി, നിയമം തുടങ്ങി വിവിധ പാർലമെന്റ് കമ്മിറ്റികളിൽ അംഗം. 2002-ൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. പിന്നീട് 2015-ൽ ബീഹാർ ഗവർണർ. അതേസമയം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സക്കീർ ഹുസൈൻ, ശങ്കർ ദയാൽ ശർമ്മ, ഡോക്ടർ APJ അബ്ദുൽ കലാം അടക്കം മുൻ രാഷ്ട്രപതിമാർക്കൊപ്പം നിൽക്കുന്ന വിദ്യാഭ്യാസ സേവന മികവ് അവകാശപ്പെടാൻ രാംനാഥ് കോവിന്ദിനില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പ്രണബ് മുഖർജിയുടെ രാഷ്ട്രീയമായ സ്റ്റേച്ചറിന് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേച്ചർ ഉള്ള ആളല്ല രാംനാഥ് കോവിന്ദ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പദവി തന്നെ ഈ ഗവർണർ പദവിയാണ്. അതിനപ്പുറം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ ഒതുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു പദവിയാണ് ഈ ഗവർണർ പദവി. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് നമ്മുടെ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും സ്റ്റേച്ചർ കുറഞ്ഞ രാഷ്ട്രപതിമാരിൽ ഒരാളായിട്ടാണ് രാംനാഥ് കോവിന്ദ് മാറാൻ പോകുന്നത്. ഉത്തർപ്രദേശിലെ ദളിത് മുഖമായി വിലയിരുത്തി വാജ്പേയി, LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരുടെ താൽപര്യത്തോടെയാണ് 1997-ൽ രാംനാഥ് കോവിന്ദിനെ BJP ദേശീയ നിർവാഹക സമിതി അംഗമാക്കുന്നത്. ഒടുവിൽ പ്രതിപക്ഷത്തിന്റെ സംയുക്ത ഐക്യത്തിന് തിരിച്ചടി നൽകാൻ നരേന്ദ്രമോദി സർക്കാരിന്റെ ദളിത് മുഖമായി ഇന്ത്യയുടെ 14ാം രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് റെയ്സീന കുന്നിലേക്ക് എത്തുന്നതും ചരിത്രം. മനുശങ്കർ, ദില്ലി. സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന BJPയുടെ ദളിത് നേതാവാണ് ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട രാംനാഥ് കോവിന്ദ്. RSS നേതൃത്വത്തിന്റെ പിന്തുണയാണ് കോവിന്ദിനെ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തിക്കുന്നതിൽ നിർണായകമായത്. രാംനാഥ് കോവിന്ദിനെതിരെ മീരാകുമാറിനെ മുൻനിർത്തി പ്രതിപക്ഷം നടത്തിയ പ്രത്യയശാസ്ത്ര പോരാട്ടവും ചരിത്രത്തിൽ ഇടം നേടും. എക്കാലവും RSS പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും RSS നേതൃത്വത്തിന്റെ വിശ്വസ്ത വിധേയനായിരിക്കുകയും ചെയ്ത നേതാവാണ് രാജ്യത്തിന്റെ പ്രഥമ പൗരനായി തിരഞ്ഞെടുക്കപ്പെട്ട രാംനാഥ് കോവിന്ദ്. 2010-ൽ BJP ദേശീയ വക്താവായിരിക്കെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇന്ത്യയിൽ വിദേശികളാണെന്ന രാംനാഥ് കോവിന്ദിന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ ഹിന്ദുരാഷ്ട്ര കാഴ്ചപ്പാടിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു. RSS നിയന്ത്രണത്തിലുള്ള ദിവ്യപ്രേം മിഷന്റെ മാർഗദർശിയായി 15 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്നയാളാണ് രാംനാഥ് കോവിന്ദ്. ദളിത് നേതാവെന്ന കാര്യം ഉയർത്തിക്കാട്ടിയാണ് BJP രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചതെങ്കിലും കോവിന്ദിന് ദളിത് അവകാശ പോരാട്ടങ്ങളുടെ ചരിത്രം അവകാശപ്പെടാനില്ല. ദളിത് നേതാക്കളായ BR അംബേദ്കറിനെയോ ജ്യോതിബബുലെയോ പെരിയാറിനെയോ പോലെ ജാതി വ്യവസ്ഥ ഉന്മൂലനം ചെയ്യണമെന്ന് കോവിന്ദ് ഒരിക്കൽ പോലും അഭിപ്രായപ്പെട്ടില്ല. മറിച്ച് ചാതുർവർണ്ണയവും ബ്രാഹ്മണ്യ മേധാവിത്വവും അംഗീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തന രീതിയാണ് രാംനാഥ് കോവിന്ദ് പിന്തുടർന്നത്. ജാതി അടിസ്ഥാനത്തിലല്ല സാമ്പത്തിക സംവരണമാണ് വേണ്ടതെന്ന RSS തലവൻ മോഹൻ ഭഗവതിന്റെ നിലപാടിനെ ദളിത് നേതാവായിരുന്നിട്ടുകൂടി രാംനാഥ് കോവിന്ദ് പിന്തുണച്ചിരുന്നു. രാജ്യസഭാംഗമായി പ്രവർത്തിച്ച കാലത്തും കോവിന്ദ് RSS നിലപാടുകളെ ഒപ്പം ചേർത്തു നിർത്തി. BJPയുടെ വിപുലമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായത്. അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തുന്ന ഏതൊരു ആൾക്കും എന്തുകൊണ്ടാണ് BJP ഈ നിർണായക രാഷ്ട്രീയ സാഹചര്യത്തിൽ കോവിന്ദിൽ വിശ്വാസമർപ്പിക്കാൻ തയ്യാറായതെന്ന് വ്യക്തമാകും. RSS കോടാരത്തിൽ നിന്നും ഒരാൾ ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആകുന്നതിനെതിരെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പോരാട്ടം. പ്രതിപക്ഷ നിരയിലുണ്ടായിരുന്ന പ്രധാന പാർട്ടികളിലൊന്നായ JDU മറുകണ്ഠം ചാടിയപ്പോഴും പോരാട്ടത്തിൽ നിന്നും കോൺഗ്രസ്, CPIM ഉൾപ്പെടെയുള്ളവർ പിന്നോക്കം പോയില്ല. പരാജയം ഉറപ്പായിരുന്നിട്ടും മീരാകുമാറിനെ മുൻനിർത്തി
പ്രതിപക്ഷം മതേതരം സംരക്ഷിക്കാനുള്ള പ്രത്യയശാസ്ത്ര പോരാട്ടത്തിൽ ഉറച്ചുനിന്നത് മറുഭാഗത്ത് സംഘപരിവാറിന്റെ പ്രതിനിധിയായ കോവിന്ദ് ആയതുകൊണ്ട് തന്നെ. എല്ലാ മാനദണ്ഡങ്ങൾക്കും അപ്പുറത്ത് സംഘപരിവാർ ബന്ധമാണ് രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതി പദത്തിലെത്തിച്ചത്. ചാതുർവർണ്ണത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ദളിത് നേതാവ് രാഷ്ട്രപതിയാകുന്നതിനെതിരെ പ്രതിപക്ഷം നടത്തിയ പ്രത്യയശാസ്ത്ര പോരാട്ടവും ചരിത്രത്തിൽ ഇടം നേടും. ദില്ലിയിൽ നിന്നും എം സന്തോഷ്. മെഡിക്കൽ കോളേജിന് കേന്ദ്ര അനുമതി ലഭിക്കാൻ BJP നേതാക്കൾ കോഴ വാങ്ങിയെന്ന കണ്ടെത്തലിൽ ലോക്സഭ സ്തംഭിച്ചു. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന MP രാജേഷ് MPയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി. ഇതോടെ പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. പ്രതിഷേധത്തെ തുടർന്ന് സഭ പിരിഞ്ഞു. അഴിമതിയിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് MPമാർ ആവശ്യപ്പെട്ടു. 5,60,00,000 രൂപ കോഴ വാങ്ങി BJP നേതാക്കൾ മെഡിക്കൽ കോളേജിന് അനുമതി വാഗ്ദാനം ചെയ്ത വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് MP രാജേഷ് MP അടിയന്തര പ്രമേയമായി ലോക്സഭയിൽ ഉന്നയിച്ചു. സമാന രീതിയിൽ നിരവധി പേരിൽ നിന്നും നേതാക്കൾ കോഴ വാങ്ങിയിട്ടുണ്ടെന്നും ഇപ്പോൾ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണെന്നും അടിയന്തര പ്രമേയത്തിൽ ഉന്നയിക്കുന്നു. എന്നാൽ അടിയന്തര പ്രമേയ നോട്ടീസ് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ തള്ളി. ഇതോടെ കേരളത്തിൽ നിന്നുള്ള ഇടത് കോൺഗ്രസ് MPമാർ പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. സർക്കാരിന് പ്രതിരോധിക്കാൻ കഴിയാത്ത നിലയിലുള്ള വലിയ ദേശീയ തലത്തിൽ തന്നെ പ്രത്യാഘാതം ഉളവാക്കാൻ പോകുന്ന അഴിമതി ആയതുകൊണ്ടാണ് ഇന്ന് ഗവൺമെന്റ് സഭയിൽ മൗനം പാലിച്ചത്. ഹവാല വഴിയാണ് ഈ പണം ഡൽഹിയിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, ഡൽഹിയിൽ ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര BJPയും ഭാരതീയ ജനതാ പാർട്ടിയും ഇക്കാര്യത്തിൽ പ്രതികൂട്ടിലാണ്. പ്രതിഷേധം ശക്തമായതോടെ ആദ്യം 11:30 വരെയും പിന്നീട് 12 മണി വരെയും 2 പ്രാവശ്യം സഭ നിർത്തിവെച്ചു. 12 മണിക്ക് വീണ്ടും സമ്മേളിച്ചപ്പോൾ കോഴയിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് MPമാർ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസും അഭിപ്രായപ്പെട്ടു. എന്നാൽ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. പ്രതിപക്ഷത്തെ അനുനയിപ്പിക്കാൻ സ്പീക്കറും ശ്രമിച്ചെങ്കിലും അവസാനം കോഴ ആരോപണത്തിൽ ആടിയുലഞ്ഞ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയിലുണ്ടായിരുന്ന പാർലമെന്ററി കാര്യമന്ത്രി അനന്ത്കുമാർ MP രാജേഷിനടുത്തെത്തി ആരോപണത്തെക്കുറിച്ച് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. പ്രതിപക്ഷ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇന്ന് സഭ പിരിഞ്ഞതെങ്കിലും വരും ദിവസങ്ങളിലും വിഷയം അവതരിപ്പിക്കാനാണ് ഇടതുപക്ഷ MPമാരുടെ തീരുമാനം. ഇവരോടൊപ്പം കേരളത്തിൽ നിന്നുള്ള മറ്റ് MPമാരും ചേരുന്നതോടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ കോഴ ആരോപണം നിറഞ്ഞു നിൽക്കും. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. BJP നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ മെഡിക്കൽ കോളേജ് കോഴയിൽ കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു. നാളെ ചേരുന്ന BJP കോർ കമ്മിറ്റി യോഗം കോഴ അഴിമതിയിലെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യും. അതേസമയം കോഴയിലെ അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിനെ ചൊല്ലി BJPയിൽ കലഹം രൂക്ഷമായിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അറിയാതെ റിപ്പോർട്ട് ചോരില്ല എന്നാണ് മുരളീധര പക്ഷത്തിന്റെ വാദം. എന്നാൽ കുമ്മനം രാജശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുള്ള തന്റെ രാജിസന്നദ്ധത നാളത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചേക്കും. സ്വാശ്രയ മെഡിക്കൽ കോളേജ് കോഴ അഴിമതി സംബന്ധിച്ച BJP അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് BJP പാളയം കലഹകലുഷിതമായത്. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന് സമർപ്പിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിഡന്റ് അറിയാതെ ചോരില്ലെന്നാണ് BJP മുരളീധര പക്ഷത്തിന്റെ വാദം. ഇക്കാര്യം നേതാക്കൾ കുമ്മനവുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. റിപ്പോർട്ട് ചോർത്തി നൽകിയതിലൂടെ പാർട്ടിക്കാണ് നാണക്കേടും അപമതിപ്പും ഉണ്ടാക്കിയതെന്നും മുരളീധര പക്ഷം ആഞ്ഞടിക്കുന്നു. മെഡിക്കൽ കോഴ അഴിമതിയിൽ PK കൃഷ്ണദാസ് വിഭാഗം നേതാവ് MT രമേശിനെതിരെ നടപടി വേണമെന്നും മുരളീധരപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. കുമ്മനത്തിന് നേരെ യുദ്ധം നടത്താനുള്ള തന്ത്രങ്ങളും മുരളീധരപക്ഷം അണിയറയിൽ മെനയുകയാണ്. ആക്രമത്തെ ചെറുക്കാൻ V മുരളീധരനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കാനായി കൃഷ്ണദാസ് പക്ഷവും കരുതിയിട്ടുണ്ട്. അതേസമയം മെഡിക്കൽ കോഴ അഴിമതി നാളെ ചേരുന്ന BJP കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യും. കോഴയിൽ ആരോപണ വിധേയനായ BJP സഹകരണ സെൽ കൺവീനർ R വിനോദിനെ പുറത്താക്കണമെന്ന് നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെടും. നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റവും പൊട്ടിത്തെറിയും കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. പാർട്ടി അന്വേഷണ റിപ്പോർട്ട് ചോർന്ന പശ്ചാത്തലത്തിൽ പുതിയൊരു അന്വേഷണ കമ്മീഷൻ എന്ന ആവശ്യവും യോഗത്തിൽ ഉയരും. റിപ്പോർട്ട് ചോർന്നതിൽ തന്നെ കുറ്റക്കാരനാക്കിക്കൊണ്ട് നേതാക്കൾ കോർ കമ്മിറ്റി യോഗത്തിൽ സംസാരിച്ചാൽ രാജിസന്നദ്ധത അറിയിക്കാനാണ് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ തീരുമാനം. ഇക്കാര്യം അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെയും ധരിപ്പിച്ചിട്ടുണ്ട്. കോഴ അഴിമതിയിൽ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുണ്ട്. വിഷയത്തിൽ കടുത്ത നടപടി വേണമെന്നാണ് RSS നേതൃത്വത്തിന്റെ നിലപാട്. കോർ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം ശനിയാഴ്ച ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യും. മെഡിക്കൽ കോഴ അഴിമതി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും കലഹത്തിനും പൊട്ടിത്തെറിക്കും വഴിവെക്കുമെന്നതിലും തർക്കമില്ല. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെഡിക്കൽ കോഴയിൽ അന്വേഷണം നടക്കുന്നതായി സ്ഥിരീകരിച്ച കുമ്മനം രാജശേഖരൻ BJP നേതാക്കൾക്ക് അഴിമതിയുമായി ബന്ധമുണ്ട് എന്ന് കണ്ടാൽ നടപടി ഉണ്ടാകും. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത കേവലം ഊഹാപോഹം മാത്രമാണ് എന്നും കുമ്മനം രാജശേഖരൻ. വാർത്താക്കുറിപ്പിലൂടെയാണ് കുമ്മനത്തിന്റെ പ്രതികരണം.
അഴിമതി സ്ഥിരീകരിച്ച് അന്വേഷണ കമ്മിറ്റി അംഗം AK നസീർ. MT രമേശിന് സംഭവത്തിൽ പങ്കില്ല. മൊഴികളിൽ മാത്രമാണ് MT രമേശിന്റെ പേരുള്ളത് എന്ന് നസീർ. സംസ്ഥാന അധ്യക്ഷന് മാത്രം കൈമാറിയ റിപ്പോർട്ട് ചോർന്നത് എങ്ങനെ എന്നറിയില്ല എന്നും AK നസീർ പറഞ്ഞു. മൂന്നാമതൊരാൾക്ക് ഇത് ഫോർവേഡ് ചെയ്യാൻ മൂന്നാമതൊരാൾ അറിയാതിരിക്കാൻ പുറത്ത് പോലും കോപ്പി എടുത്തിട്ടില്ല. പാർട്ടി പ്രസിഡന്റ് കൊടുത്തു. ഒപ്പം തന്നെ അതിന്റെ ലെറ്റർ ഞങ്ങള് രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് എങ്ങനെ പുറത്തു വന്നു എന്നതിനെ കുറിച്ച് വളരെ ശക്തമായ അന്വേഷണം പാർട്ടിയിൽ നിന്നുണ്ടാകും. യഥാർത്ഥത്തിൽ MT രമേശ് ഇതിൽ അഴിമതിയിൽ ബന്ധപ്പെട്ടതായിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തും പരാമർശിച്ചിട്ടില്ല. അല്ല, പ്രാദേശിക നേതാക്കൾ പെട്ടെന്ന് അത് വായിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാൻ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് പ്രാദേശിക നേതാക്കളായ രണ്ടുപേരും അതിൽ പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പ്രാദേശിക നേതാക്കൾ. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ആരുടെയെങ്കിലും പക്കൽ നിന്നും പണം വാങ്ങിയെന്ന് തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും MT രമേശ് പറഞ്ഞു. വസ്തുതകൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുറത്തു വരുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്. ഏതന്വേഷണം എവിടെ വേണമെങ്കിലും നടക്കട്ടെ, എനിക്ക് യാതൊരു വിരോധവുമില്ല. ആ ഏതന്വേഷണം, ഈ ഭൂമി മലയാളത്തിലെ ഏതന്വേഷണം ആര് നടത്തിയാലും ഈ സംഭവത്തിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്നുള്ള 100% ആത്മവിശ്വാസം എനിക്കുണ്ട്.